നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന ക്രാങ്കൻ ഹൗസിൻ്റെ പഴയ ബിൽഡിങ് ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ അത് കൂട്ടിപ്പോയി ആ കാണുന്നതാണ് നമ്മുടെ കാസ്റ്റിൽ. അവിടെയാണ് ഒരു പഴയ കൊട്ടാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ പൊളിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് അവിടെ കയറി പോകാവുന്നതാണ്. അവിടെ നിന്ന് ഉള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. ആ ഡയറക്ഷനിൽ അവിടെ ആയിട്ടാണ് നമുക്ക് വരുന്നത് ബാൻഹോഫ് വരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അവിടെ ചെന്ന് 5 മിനിറ്റേ ഉള്ളൂ. ഇവിടുന്ന് 5 മിനിറ്റ് നടന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടെ ഈ ഡയറക്ഷനിൽ നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്. 2 മിനിറ്റ് നടന്നാൽ മതി റൂമിൽ നിന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിൽ ചെല്ലാൻ വേണ്ടി. ഇത് നമ്മുടെ ഇവിടെ ഉള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഐ മീൻ കുറേ തിരക്കില്ല, സിറ്റി അല്ല. സോ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് മെയിൻ സിറ്റിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റുട്ട്ഗാർഡാണ് എയർപോർട്ടൊക്കെ ഉള്ളത്. സ്റ്റുട്ട്ഗാർഡിൽ ഒരു 1.5 അവർ. ഇവിടെ നമുക്ക് അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ബാദുറാഹ് ടൗണിലുണ്ട്. നമുക്ക് മാർക്ക് പ്ലാറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ. പക്ഷെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുട്ട്ഗാർഡ് പോകണം. അല്ലെങ്കിൽ റോയിഡ്ലിംഗൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ ഒരു ട്രെയിനിന്. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. ഇവിടെ എല്ലാം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണം. പക്ഷേ വിൻ്റർ ആകുമ്പോഴത്തേന് ഇതെല്ലാം പോവും. ഇവിടെ ഒരു ചെടിയും കാണില്ല, ജസ്റ്റ് കൗല് മാത്രമേ കാണുള്ളൂ. ഈ ഇലയൊന്നും കാണില്ല. എല്ലാം വിൻ്റർ ആകുമ്പോഴത്തേനും ഉണങ്ങിപ്പം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. സോ ഇവിടെ നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ടൗണിലെത്താൻ പറ്റും. ബാദുറാഹ് ടൗണിൽ ആ ഡയറക്ഷനിലായിട്ടാണ് ടൗൺ വരുന്നത്. ഇത് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഐ മീൻ കുറേ കടകളും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല ഇപ്പം. സോ ഇതാണ് ഇവിടുത്തെ വീടുകളെന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പക്ഷേ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ ആ ടൗണിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഓൾഡ് ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ന്യൂ ബിൽഡിങ്സ് ആണ്. പിന്നെ ഈ സൈഡിലൊക്കെ കാണാൻ പറ്റും വലിയ ഗാർഡനും പിന്നെ ഗ്യാരേജും ഒക്കെയുള്ള വലിയ വീടുകൾ. ഈ വീട് പകുതി തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇവിടെ നമുക്ക് മാർക്ക് പ്ലാറ്റ്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. കുറേ വീടുകളുണ്ട്, കുറേയൊക്കെ തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഈ കാണുന്ന അൽദി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സിമ്പിളാണ്. നമുക്കിവിടുന്ന് വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ അൽദിയിലെത്താൻ പറ്റും. സോ ബസ് സ്റ്റോപ്പിന് തൊട്ടപ്പുറത്താണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യണതാണ്. എന്ത് സൂപ്പർ മാർക്കറ്റാണ്, എവിടെ നിന്നാണ് എന്ത് സാധനമാണ് മേടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് അൽദി സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ ഇവിടെ ഉള്ളൊരു ഗാർഡനാണ്. ഇവിടെ പൂക്കൾ വിൽക്കുന്ന നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ അന്യായ വിലയാണ്. ബട്ട് ഇവിടെ കുറേ പൂക്കളുണ്ട്, ചെടികളുണ്ട്. പിന്നെ ഭയങ്കര വെയിലാണ്. നമ്മൾ ജർമ്മനിയാണ്, യൂറോപ്പാണ്, പക്ഷെ തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആദ്യം വന്നപ്പോൾ ഒക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ വന്നത് മാർച്ച് ടൈമിലായിരുന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ചൂടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ആയപ്പോഴത്തേനും അത് ഇരട്ടിയായി. ഞങ്ങൾക്കിപ്പം ഭയങ്കര ചൂടാണ് തോന്നുന്നത്. ജൂൺ ഇപ്പം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുപോലെ ചൂടാണ്. ഫാൻ ഇല്ലാതെ നമുക്കിവിടെ സമ്മർ പോവില്ല, അതുപോലെ ചൂടാണ്. പിന്നെ AC എന്നൊക്കെ നമുക്കിവിടെ നമ്മുടെ റൂമിൽ ഹീറ്റർ മാത്രമേ ഉള്ളൂ. ഫാനും AC ഒക്കെ വേണം നമ്മൾ സെൽഫ്സ്റ്റായിട്ട് തന്നെ മേടിക്കണം. സോ നമുക്ക് വിൻ്റർ ഭയങ്കര തണുപ്പാണ്, സമ്മർ ആകുമ്പോൾ അതിലും ചൂടുമാണ്. നമുക്ക് നോക്കുമ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 28 ഡിഗ്രി ഒക്കെ ഇവിടെ ഉള്ളൂ. 22 ഡിഗ്രിയാണ് മാക്സിമം ചൂട്. പക്ഷെ നാട്ടിൽ അത് കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സമ്മർ വരുമ്പോഴത്തേനും ഭയങ്കര ചൂടായിട്ട് തോന്നും. പിന്നെ ഇവിടെ സമ്മർ ആകുമ്പോൾ ഉള്ള മെയിൻ കാഴ്ചയാണ് ഇങ്ങനെ പാലത്തിൽ കൂടെയും റോഡിന് സൈഡിൽ കൂടെ എല്ലാം പൂക്കൾ വെച്ച് പിടിപ്പിക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഈ പാലത്തിന് അങ്ങേയറ്റം വരെ പൂക്കൾ ഇങ്ങനെ ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൗൺ. അതായത് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ളത് ഇവിടെയാണ്. സൂപ്പർ മാർക്കറ്റ്, സ്റ്റോഴ്സ്, നമുക്ക് വേണ്ട ബ്യൂട്ടി ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് മേടിക്കുക. പിന്നെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ്, അവിടെ കഫേ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് ഉള്ളത്. ഇതാണ് റോസ്മാൻ. ഇവിടെ നമുക്ക് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ പറ്റും. പിന്നെ ഗൈസ് ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട്. ഐ മീൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ജിം, ബ്യൂട്ടി പ്രൊഡക്ട്സ്, സൂപ്പർ മാർക്കറ്റ്, ഡ്രസ് ഷോപ്പ്, സ്റ്റേഷനറി സ്റ്റോർ, അഗെയിൻ എ ഡ്രസ് സ്റ്റോർ, ഷൂ സ്റ്റോർ, മെഡിക്കൽ സ്റ്റോർ, അഗെയിൻ എ ഡ്രസ് സ്റ്റോർ, റെസ്റ്റോറൻറ്റ്, കഫേ, സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഇവിടെ ഉള്ള കടകളുടെ എല്ലാം നെയിംസ് നിങ്ങൾ കണ്ട ആ ഒരു സർക്കിൾ, ആ സർക്കിളിലെല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, സ്റ്റേഷനറി സ്റ്റോർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളിതിൻ്റെ ഇടവഴിയിലൂടെയുള്ള കാഴ്ച.
ഇങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഇതെല്ലാം ഓരോ അപ്പാർട്ട്മെൻറ്റുകളും ആൾക്കാരൊക്കെ താമസിക്കുന്നതാണ് ഇവിടെയൊക്കെ. പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഇതാണ് നമുക്ക് മാർക്ക് പ്ലാറ്റ്സ് വരുന്നത്. ഇവിടെ നമുക്ക് കുറേ കഫേസ് ഉണ്ട്. ഇവിടെ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഫ്രൈഡേസ് ഒക്കെ ചില സമയങ്ങളിൽ മാർക്കറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഓൾഡ് ബിൽഡിങ്സ്, ഐ മീൻ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. കുറേ വരകളും ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ്. നമ്മൾ ബാക്കിയുള്ള ജർമ്മനിയിലെ സിറ്റികളിലോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ബിൽഡിങ്സ് കാണാൻ പറ്റില്ല. ഇത് ഭയങ്കര 1800-കളിൽ ബിൽഡ് ചെയ്ത് 1900-കളിൽ ബിൽഡ് ചെയ്ത ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. സോ ഇതാണ് ബിൽഡിങ്സ്. ഈ കാണുന്നതാണ് നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ട സ്ഥലം, റാത്ത് ഹൗസ്. ഇതാണ് നമ്മളിവിടെയാണ് ആദ്യം വന്ന സമയത്ത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ചർച്ച് ഉണ്ട്, റൈസ് പാർക്കാസ്. ഇതാണ് നമ്മുടെ ബാങ്ക്. ഇവിടെയാണ് ഞാൻ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ളതും ഇവിടെ കുറേ ഉള്ളതും ഈ പാർക്കാസാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വന്നെടുത്തത്. ഇവിടുത്തെ ബിൽഡിങ്സ്, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഇതുപോലെ ഒരേ സ്ട്രക്ചറിൽ, പക്ഷെ പല കളറിൽ. ഇത് രണ്ടും പല കളറിലാണ്, പക്ഷെ ഒരേ സ്ട്രക്ചറാണ് ഏറെക്കുറെ. കുറേ ബിൽഡിങ്സ് ഇവിടെ ഇങ്ങനത്തെ കാണാൻ പറ്റും. നമ്മൾ ഓൾഡ് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബിൽഡിങ്സാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇത് ജർമ്മനീസ് ഓൾഡസ്റ്റ് ടൗൺ ഒന്നുമല്ല, എങ്കിലും കുറേ വർഷം പഴക്കമുള്ളൊരു ടൗണാണ് ഇവിടെ ഉള്ളത്. സോ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ DHLൻ്റെ ഓഫീസ്, ഡോയ്ച്ചെ പോസ്റ്റ്. സോ ഇവിടെ കൂടുതലും നമുക്ക് പോസ്റ്റാണ് വരിക. ബ്രീഫൊക്കെ നമുക്ക് റൂമിൽ വരും. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ബോക്സുകളുണ്ട്. അപ്പം ഓരോ നമ്പറിൻ്റെ നമ്പർ എഴുതിയതുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇത് വരിക, ബ്രീഫ് വരിക. നമ്മുടെ പാക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വാല്യുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ അവരിവിടെ വെക്കും. ചില സാധനങ്ങളൊക്കെ ചില DHLകാർ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ നമുക്കൊരു കാർട്ടൺ തരും, അത് വെച്ചിട്ട് വേണം നമ്മൾ മേടിക്കാൻ. പിന്നെ ഇതാണ് നമുക്കിവിടെ ഉള്ളൊരു വെൻഡിങ് മെഷീൻ. ഇതിനകത്തും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബാദുറാഹ് ടൗണിൻ്റെ എൻഡെന്ന് പറയാം. എനിക്ക് അങ്ങോട്ട് ഒരുപാട് കടകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ കുറേ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. പിന്നെ അവിടെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. നമുക്കിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ മുമ്പേ കണ്ട റവേ തന്നെ. പിന്നെ അവിടെ ഒരു ലിഡിൽ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ ഇതിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ഇന്ന് ഫയർ ടാഗാണ്. അതായത് ഇവിടെ പൊതു അവധിയാണ്. സോ കടകളെല്ലാം അടവായിരിക്കും. അതുകൊണ്ട് ഇന്ന് കടയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചില കഫേസ് ഓപ്പൺ ആയിരിക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കണം. നമുക്ക് എല്ലായിടത്തും തന്നെ എവിടെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു സംഭവം കാണും. നമ്മളിതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അന്നേരപ്പോൾ സിഗ്നൽ തെളിയും. അപ്പോൾ വണ്ടിയൊക്കെ സിഗ്നൽ തെളിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ നമുക്ക് ആ റെഡ് മാറി പച്ചയാവും, നടക്കാനുള്ളതാവും. സോ അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. സോ അല്ലാതെ നമുക്ക് പറ്റില്ല. അല്ലാതെ നമ്മൾക്ക് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫൈൻ കിട്ടും, വണ്ടിക്കാരെന്തെങ്കിലും പറയും. ബസ് സ്റ്റേഷൻ ഇവിടെയാണ്. ബാദുറാഹ് ശരിക്കുള്ള ബാൻഹോഫ് എന്ന് പറഞ്ഞാൽ ബുസ് ബാൻഹോഫ്, അതായത് ബസ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെയാണ് എല്ലാ വണ്ടികളും നിർത്തി. ഇതെല്ലാം വണ്ടിക്ക് നിർത്താനുള്ള സ്ഥലമാണ്. ഇത് സ്റ്റീഗ് 1, 6, 5, 4. അത് ഇവിടെ മെറ്റ്സിങ്ങൻ എന്ന് പറയുന്ന ഡയറക്ഷനിലോട്ട് വണ്ടി വരുവാണ്. ഇവിടെ വേറെ ഡയറക്ഷനിലോട്ടുള്ള വണ്ടി. അപ്പം നമുക്ക് അവിടെ എല്ലാം കാണാൻ പറ്റും, എഴുതിയിട്ടിട്ടുണ്ട് ഏതൊക്കെ ഡയറക്ഷനിലോട്ട് ഏതൊക്കെ വണ്ടിയാണ് വരുന്നതെന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ടൗണിലെ ബസ് സ്റ്റേഷൻ. അതിൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് വരുന്നത് മെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒറ്റ ട്രാക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ബിക്കോസ് ഒറ്റ ട്രെയിനേ ഉള്ളൂ ഇങ്ങോട്ട്. ഇതുപോലെ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കും ഏത് ഡയറക്ഷനിലോട്ടുള്ള വണ്ടിയാണ്, ഏത് വണ്ടിയാണ്. ഇവിടെ എല്ലാം വണ്ടിക്ക് നമ്പറുകളാണ്. പിന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും എങ്ങോട്ടുള്ള വണ്ടി എപ്പോൾ വരും എന്നുള്ള ടൈം ലൈനാണ്. ഇത് നമ്മളുടെ ഓൾഡ് ഏജ് ഹോമിലോട്ടുള്ള വഴിയാണ്. അവിടെ ആയിട്ടാണ് എൻ്റെ ഓൾഡ് ഏജ് ഹോം വരുന്നത്. സോ 2 മിനിറ്റ് നടന്ന ഓൾഡ് ഏജ് ഹോമിലെത്തും. ഞാൻ ഹൗസ് ബിൽഡിംഗ് ആണ് ഇവിടെ പഠിക്കണത്. ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ എനിക്കിപ്പം 3 മാസത്തെ ഇൻസാറ്റ്സ് ആണ്. അതായത് 3 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്യണം. ഹോസ്പിറ്റലിലാണ് ഞാൻ ശരിക്കും ഹൗസ് ബിൽഡിംഗ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ 3 വർഷത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, സൈക്കാട്രിയിൽ വർക്ക് ചെയ്യണം, പിന്നെ ഇതുപോലെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വീട്ടുകളിൽ ചെന്ന് കെയർ ചെയ്യണ ഒരു സംഭവമാണ് ആംബുലൻസ്, അവിടെയും വർക്ക് ചെയ്യണം. സോ അപ്പോൾ ഇപ്പോൾ എനിക്കുള്ളത് ഓൾഡ് ഏജ് ഹോമിലാണ്. എൻ്റെ അവിടുന്ന് റൂമിൽ നിന്ന് ഒരു 20 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് ശരിക്കും മാർക്ക് പ്ലാറ്റ്സ് കഴിഞ്ഞൊരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് വരാൻ എളുപ്പമാണ്. എന്നാണ് എൻ്റെ ഓൾഡ് ഏജ് ഹോം. എന്തോ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ് പൂക്കളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. എന്ത് പരിപാടിയാണെന്ന് എനിക്കറിയില്ല. റോഡിൻ്റെ സൈഡിൽ മുഴുവൻ ഇതുപോലെ കുറേ മരങ്ങൾ കാണും. അതുകൊണ്ട് നല്ല തണലുണ്ട്. അല്ലാത്ത വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വെയിലാണ്, അതുകൊണ്ട് ഭയങ്കര പാടാണ്. സോ ഇതാണ് നമ്മുടെ ബാദുറാഹ് ടൗൺ.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി അടുത്ത വീഡിയോ ഞാൻ സൂപ്പർ മാർക്കറ്റിനെ വെച്ചൊരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏത് സൂപ്പർ മാർക്കറ്റാണ് നല്ലതെന്നുള്ളത്. പക്ഷേ ഇന്ന് സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവധിയാണ്, അതുകൊണ്ട് നമുക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല. സോ ബൈ ബൈ.